കർമ്മ അല്ലേ? കർമ്മയ്ക്ക് എനിക്ക് വിശ്വാസമില്ല. കർമ്മയ്ക്ക് വേണ്ടി സമയം എനിക്കെടുക്കാൻ സമയമില്ല. കർമ്മ നോക്കി നിന്ന് കഴിഞ്ഞാൽ കർമ്മ വരട്ടെ, കർമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു പോകും. പലതും ഞാൻ കാണേണ്ട ഗതിയിൽ വരും, പലതും ഞാൻ കേൾക്കേണ്ടി വരും. എനിക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് ഈ ഇവിടം വരെ എത്തി. എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിന് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം, എൻ്റെ റോവലിന് അവൻ്റെ പപ്പ ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം വെളി പറയാതെ മിണ്ടാതെ. സജിന ഫിറോസ്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സജിന ഫിറോസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. മാത്രമല്ല കേസാക്കി മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ വീഡിയോ, അതായത് സജിനയുടെ ലൈവ് വീഡിയോ ഒക്കെ പുറത്തു, അതും ഏകദേശം പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അത് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം ഉള്ള 3 പാർട്ട് വീഡിയോ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൽ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫിറോസിന്റെ കാര്യങ്ങളാണ്. അതും കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഫിറോസിനെതിരെ സജിന ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൊണ്ട് ഫിറോസ് പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ആ സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് തീർച്ചയായിട്ടും ഫിറോസ് ഖാനാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെളിവുകളോടെ ഒന്നുമല്ല പറയുന്നത്, പക്ഷെ വാക്കാലെയാണ് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷെ ആ പറച്ചിലിൽ അത്രത്തോളം ഒരു ധൈര്യത്തോടു കൂടിയാണ് സജിന ഇതെല്ലാം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് തെറ്റോ ശരിയോ, പക്ഷെ ഇതിനൊരു ക്ലാരിറ്റി നൽകേണ്ടത് ഫിറോസ് ഖാൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഫിറോസിനെതിരെ സജിന പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അതും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സീരിയൽ ആക്ടേഴ്സ്, അതോടൊപ്പം തന്നെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് പോലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അത് മാത്രമല്ല 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ കാര്യം പോലും ഇതിൻ്റെ അകത്ത് സജിന തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫിറോസ് ഖാന്റെ പക്കൽ നിന്നും സംഭവിച്ച തെറ്റുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ സജിന തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ബാക്കിയോട് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കും. പുറമെ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല, അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വരുമ്പോൾ എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞ് വന്ന വ്യക്തി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വരാൻ ശ്രമിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാളെ വീട്ടുകാർ പറഞ്ഞു പുതുമൊഴി ആയതൊന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞാൻ നോക്കാം, പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കണ്ടുവരാന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിനെ സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു. ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് എന്നെ ടോർച്ചർ ചെയ്ത് ഈ മോൻ ഉണ്ടായ സമയത്ത്, വൈറ്റുണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം രാത്രി പുറത്തിട്ട് മൂടിയിട്ട് ഞാൻ ഇന്ന് കഴിയുന്ന കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നു. അത് മിസ്മാച്ച് ആയിട്ട് വന്നു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവിടെ പോയി ടാബ് വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് സംശയം തോന്നുന്നു. അപ്പോൾ എനിക്ക് നിനക്ക് സംശയം, നീ എന്തെങ്കിലും കാണിക്കുന്നത്, നീ കാണിക്കുന്നതോ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഈ ടാബ് കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിംഗ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവർ ചെയ്ത് ഞാൻ എടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാനില്ല. റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് മറ്റേ ഞാൻ പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഒരിക്കലും എൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം വെളിക്കടന്ന് ബഹളം നടക്കുന്നത് വാണ്ടാണെന്ന് ബഹളം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇത് ഒരിക്കലും തെറ്റുകാണല്ലേ, ഞാൻ ഒരു തെറ്റുകാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളി ഞാൻ തെറ്റുകാരനല്ല നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തവരെ. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ലൈക്ക് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈക്ക് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈ കുഞ്ഞ്, 3 മാസമുള്ള കുഞ്ഞ്, കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്, അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക, ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണം. മറുപടി പറയേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെയും ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തോന്നൊക്കെയാണ് ഈ തുറന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ സജിന, അതോടൊപ്പം തന്നെ റസൂൽ, ആ ഒരു വിഷയം അത് കത്തിക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പിന്നെ സജിനയ്ക്കെതിരെ കാര്യങ്ങൾ തിരിഞ്ഞു. പിന്നെ ഫിറോസ് ഖാൻ അതിന്റെ ഒരു വീഡിയോസുമായിട്ട് രംഗത്ത് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അങ്ങനെ ടോട്ടലി സജിനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് സജിന ഇപ്പോൾ ഈ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഫിറോസ് ഖാനെതിരെ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് സജിന രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിന്റെ മറുപടി പറയേണ്ടത് ഫിറോസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് സജിന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സഹി കെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അത്രയ്ക്ക് പേടിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. അതായത് മക്കളുടെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇതുവരെയും സഹിച്ചത്, ഇനി അതിന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള മട്ടിൽ സജിന ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാണ് സജിന തന്നെ ആ വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വിളിച്ച് ഞാൻ പോകുക. ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നത്, ദേവി നിങ്ങൾ ചതിക്കരുത്, എന്നെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ അവന്റെ കാല് പിടിച്ചു. അപ്പം കുറേ ഇയാളെ മക്കളായി ഇയാൾ അവൾ പറയുന്നത് നീ നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞാൽ ഇയാൾ കുറേ പ്രായം പെൺകുറിച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം സോൾവ് ആയി നമ്മൾ ഫാമിലി പിന്നെയും ഹാപ്പി ആയിട്ട് പോകുന്നതിന് ശേഷം 6 മാസം ശേഷം നമ്മളൊരു സിനിമ സെറ്റ് ഞാൻ പറയുന്നില്ല, ആ സിനിമ സെറ്റിൽ ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ആരാണെന്ന് പറയുന്നില്ല, അവരെ ഞാൻ എടുത്ത് വിലയിരുന്നില്ല. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് നമുക്കറിയാം. അതെല്ലാം വിളിച്ചിട്ട് ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാൾ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണ്ണം കൊണ്ടുവന്ന ഉടനെ അടുത്ത ദിവസം വിൽക്കുന്നു. തെളിവുകളും കാര്യങ്ങളും പുള്ളിക്കാരി ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇതിനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നു അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ മീഡിയയിൽ വന്ന് പറയുമ്പോൾ മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാം വിശ്വസിക്കുന്നു. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ ഞാൻ വരുന്നു ഇവൻ എന്തിനറിയാം, ഇവൻ കാണിച്ചു കൊടുക്കുന്ന പ്രോഗ്രാം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരാൾ ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ച് തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നത്, അത് മൈനറാണ്. അത് എന്റെ റിക്വസ്റ്റ് ആണ്. എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് അതിർത്തിയിലെ എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റിപ്പറ്റിപ്പോയതാ ഇത് ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ എന്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എന്റെ റിക്വസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷേ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ഇവനെ ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് എന്റെ കുഞ്ഞിനെ നടക്കാൻ നോക്കി കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ, അത് സത്യാവസ്ഥ എന്താണ് ഈ ലോകം അറിയട്ടെ, ഇവന്റെ തെണ്ടിത്തം വെളിയിൽ അറിയാം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂർ ഇവൻ കഞ്ചാവ് അടിച്ച് നടത്തി ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവൻ അവിടെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പോൾ പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കാം. എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരി മാപ്പ് എന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയോട് ഞാൻ വെളിയിട്ടില്ല. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ വിളിച്ചിട്ട് ഈ കുറിച്ച് ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിനു ശേഷം അയാൾ തലയിലായെന്ന് അറിയുമ്പോൾ ഇയാൾ നൈസിനെ അവരെയും തേച്ചു. അവർ മാനസികമായിട്ട് ഇപ്പം ദുബായിൽ കണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാൾ ഭയങ്കര അഫയറായിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ആരോപണം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിന് ഫിറോസ് ഖാൻ മറുപടി പറയേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ 8ന്റെ 16ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നിലവിൽ മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അമ്മാതിരിയുള്ള ആരോപണങ്ങളാണ് സജിനയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുകൾ സജിനയുടെ ഭാഗത്തില്ല. പക്ഷേ വാക്കാൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില കാര്യം അവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന രീതിയിൽ സീരിയൽ ആക്ടേഴ്സ് എല്ലാം ഒന്നിച്ച ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന തോതിൽ ഫിറോസ് ഖാന്റെ ഭാഗത്ത് നിന്ന് വന്ന കാര്യം അത് ഈ പറയുന്ന ബാക്കിയുള്ളവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സജിന പറയുന്നുണ്ട്. അതിലൊക്കെ തന്നെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് ഇനി ഈ പറയുന്ന രീതിയിൽ സജിന തന്നെ പറയുന്നു. അതൊക്കെ തന്നെ കണ്ടവരെ സമ്മതിക്കുമോ, ഫിറോസ് ഖാനെ പേടിച്ചത് സമ്മതിക്കുമോ എന്നുള്ളതും അറിയത്തില്ല എന്നുള്ളത് സജിന തുറന്നു പറയുന്നു. എന്തായാലും ഇതിന്റെ ഒരു മറുപടി ഫിറോസ് ഖാൻ പറയേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. കാരണം എന്ന് പറയുന്നത് ഇതിപ്പോ സോഷ്യൽ മീഡിയ ഒരു കുടുംബ പ്രശ്ന ചർച്ചയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സജിന വിഷയം, ഫിറോസ് ഖാൻ വിഷയം, ഇതൊരു വേറൊരു തരത്തിലോട്ടൊരു ടേണിങ്ങിലോട്ട് ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് ടിസ്റ്റുകളാക്കി കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ സജിന വന്നിട്ടെന്ന് പറയുന്നത് ഇതിപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫിറോസ് പോലും പ്രതീക്ഷ കാണത്തില്ല ഇങ്ങനെ ഒരു നീക്കം സജിനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും വല്ലാത്ത ഒരു തരത്തിലുള്ള പറച്ചിലായിപ്പോയി ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് സജിന തുറന്നടിച്ച് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, ഇനിയിപ്പോൾ എന്താണ് റിയാലിറ്റി, അതോടൊപ്പം തന്നെ ഇനി ഇതിന് ഫിറോസ് ഖാൻ എന്താണ് പ്രതികരിക്കാനുള്ളത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട അനിവാര്യം തന്നെയാണ്. എന്തായാലും സംഭവ വികാസം കുഴഞ്ഞ് മറിഞ്ഞ് ഒരുമാതിരി അളിഞ്ഞ കേസുകെട്ടായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഈ പറയുന്ന തോതിൽ ഈ സജിന ഫിറോസ് വിഷയം എന്ന് പറയുന്നത്. ഇതിന്റെ ഇനി അന്ത്യം എന്താകുമെന്നുള്ളതും ഈ കാര്യം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് സജിനയ്ക്കാണോ ഫിറാസിനാണോ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കിടയിൽ ഉള്ള പ്രശ്നങ്ങൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു വളരെ വലിയ തോതിൽ നാറ്റക്കേസായി മാറുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. കാരണം ഇവരുടെ പേഴ്സണൽ വിഷയം അത് വളരെ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സജിന തന്നെ അതിലിപ്പോൾ എന്താ പറയുക
കുറച്ചുകൂടി മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ആളിക്കത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം സജിനയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായി. അത് വളരെ വലിയൊരു തോതിൽ ആളിക്കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അമ്മാതിയുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ സജിന ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഫിറോസ് ഇതിൽ പെടുമോ, അതല്ല ഫിറോസിന് ഇനി ഇതിനെതിരെ മറുപടി ഉണ്ടോ എന്നുള്ളത് കണ്ടറിയാം.